മെയ് 18 അധികാരത്തിലേറിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ UDF സർക്കാരിന്റെ ദിശ എങ്ങോട്ടേക്കാണെന്നതിനുള്ള വ്യക്തമായ സൂചനകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വകാര്യവൽക്കരണവും കുത്തക പ്രോത്സാഹനവും ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പിന്നാലെ പോകുന്നതും പിന്തിരിപ്പനുമായ നയങ്ങളാണെന്നാണ് തെളിഞ്ഞു വരുന്നത്. ഫലത്തിൽ കേന്ദ്രത്തിലുള്ള BJP സർക്കാരിന്റെ അതേ പാത പിന്തുടരുകയാണ് അവർ. അതാകട്ടെ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ആശയരംഗത്തും ഇരു കൂട്ടരും തമ്മിലുള്ള വ്യക്തമായ ബാന്ധവം വെളിപ്പെടുത്തുന്നു. അത് ഒന്നുകൂടി ഉറപ്പാക്കുന്നതായി കഴിഞ്ഞ ദിവസം ബജറ്റ് ചർച്ചകൾക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. കുറ്റങ്ങളും കുറവുകളും മുൻ സർക്കാരിന്റെ മേൽ ചാർത്തി സ്വകാര്യവൽക്കരണത്തിനും സാമ്പത്തിക പ്രതിസന്ധി ഉന്നയിച്ച് കേന്ദ്ര നയങ്ങൾ അതേപടി നടപ്പിലാക്കുന്നതിനുമാണ് ശ്രമിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ തീരമണൽ ഖനനത്തിനുള്ള സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് കോറിഡോർ പദ്ധതിയും മിഷൻ സമുദ്രയും മാരിടൈം മ്യൂസിയവും ഏവിയേഷൻ ക്ലബ്ബുമെല്ലാം ഈ ദിശയിലുള്ള പ്രഖ്യാപനങ്ങളാണ്. PM ശ്രീ ആശയപരമായ അടിമത്ത പ്രഖ്യാപനവും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ജീവൽ പ്രതിസന്ധികളും സൃഷ്ടിക്കുകയും സംഘപരിവാർ ആശയങ്ങളോട് പൊരുത്തം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ നയങ്ങൾക്കും പദ്ധതികൾക്കുമെതിരെ സ്വന്തം പാർട്ടിയിലും മുന്നണിയിലുമായി ചേർന്നു നിൽക്കുന്നവരിൽ നിന്ന് എതിർപ്പ് ഉയർന്നുവെങ്കിലും അവഗണിച്ച് മുന്നോട്ടു പോവുകയാണ് സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ പിടിവാശി സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ നിന്ന് പിറകോട്ട് പോകണമെന്ന് UDF-നകത്തും വിവിധ മത സാമൂഹ്യ സംഘടനകളിൽ നിന്നും ആവശ്യമുയർന്നുവെങ്കിലും മുഖ്യമന്ത്രി തയ്യാറായില്ല. തീരമണൽ ഖനനത്തിന്റെ കാര്യത്തിലും പിന്മാറില്ലെന്നും കേന്ദ്രത്തോട് ചേർന്ന് നടക്കുമെന്നുമുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ച വിവിധ സംസ്ഥാനങ്ങളെ ചേർത്തുള്ള ഇടനാഴി പദ്ധതി അതുപോലെ പകർത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായതിനാൽ നടത്തിയേ തീരൂ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. PM ശ്രീയിലും ഇതായിരുന്നു സമീപനമെന്ന് നാം കണ്ടതാണ്. തീരവും കടലും ഒരുപോലെ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുക എന്ന പദ്ധതി ഫലത്തിൽ അവ പൂർണ്ണമായും സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുന്നതായിരിക്കുമെന്നതിന്റെ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കടലിൽ നിന്നും തീരത്തു നിന്നും നടത്തുന്ന ഖനന പ്രവർത്തനങ്ങളിൽ നിന്ന് നേടുന്ന വിവിധ അസംസ്കൃത വസ്തുക്കൾ വിറ്റുകിട്ടുന്ന ലാഭത്തിന്റെ ചെറിയൊരു വിഹിതം മാത്രമേ സർക്കാരിന് ലഭിക്കുകയുള്ളൂ. അതിന് നേരിയൊരു പങ്കാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. ഇത് സ്ഥല വാടകയ്ക്ക് തുല്യം പോലും ആകില്ല. ഇപ്പോൾ തന്നെ തീരങ്ങളിൽ കണ്ണുവെച്ച് നടക്കുന്ന ഗൗതമദാനിമാരുടെ വിളനിലമായും അവരുടെ സ്വകാര്യ സ്വത്തായും നമ്മുടെ തീരങ്ങൾ മാറ്റുന്നതിനുള്ള പദ്ധതിയാണിത്. ആഴക്കടലും തീരപ്രദേശവും കുഴിച്ച് മണൽ ഖനനത്തിലുള്ള പദ്ധതി ഈ മേഖല സ്വകാര്യ കൈവശത്തിലേക്ക് പോകുമെന്ന അപകടവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാത്രമല്ല സൃഷ്ടിക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര മേഖലയിൽ നമ്മുടെ തീരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഉല്ലാസത്തിനും വിനോദത്തിനും എത്താവുന്ന ഇടങ്ങൾ കൂടിയാണ് തീരപ്രദേശങ്ങൾ. പ്രസ്തുത പ്രദേശങ്ങൾ സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലാകുന്നതോടെ ആ സാധ്യത തടയപ്പെടുന്നു. ഏറ്റവും മാനുഷിക പ്രതിസന്ധി മത്സ്യത്തൊഴിലാളികൾ നേരിടാൻ പോകുന്ന ജീവൽ പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശത്തെ കൂട്ടിയിണക്കിയാണ് നിർദ്ദിഷ്ട കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും തീരങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനം നടക്കുന്നുണ്ടെങ്കിലും ഈ 3 ജില്ലകൾക്ക് പ്രമുഖ സ്ഥാനമുണ്ട്. അവിടെയുള്ള ദശലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് ഇതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്. തീരങ്ങളിലും തീരത്തോട് ചേർന്ന കടലിലും വൻതോതിലുള്ള നിർമ്മാണവും യന്ത്രഖനനവും നടത്തുന്നത് മത്സ്യസമ്പത്തിന്റെ ശോഷണത്തിന് കാരണമാകും. തീരശോഷണം, കടലാക്രമണം തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിലെ അധിവാസത്തെയും പ്രയാസത്തിലാക്കും. ഇതെല്ലാം വലിയൊരു ജനസഞ്ചയത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. തീരമേഖലയുമായി ബന്ധപ്പെട്ട അനിവാര്യമായ വികസന പദ്ധതികൾ പോലും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ദോഷകരമായി ബാധിച്ചതിന്റെ ദുരനുഭവങ്ങൾ നിരവധിയുണ്ടായ സംസ്ഥാനമാണ് നമ്മുടേത്. അത് പുനരധിവാസത്തിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ല, ഉപജീവനത്തിൻ്റെത് കൂടി ആയിരുന്നു. കടലിന്റെ മക്കളെ എവിടെ പുനരധിവസിപ്പിച്ചാലും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഈ സാഹചര്യത്തിൽ മാനുഷിക പ്രതിസന്ധികൾ കാണാതെ കച്ചവട മനോഭാവം മാത്രം വെച്ച് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി വലിയ വിഭാഗം ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും തീരങ്ങൾ കുത്തകകൾക്ക് കൈയടക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാകിയാൽ പിന്തിരിയാൻ സർക്കാർ തയ്യാറാകണം.